വയനാട്ടിൽ ചൊവ്വാഴ്ച LDFിൻ്റെയും UDFിൻ്റെയും ഹർത്താലാണ്. വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് ദുരിതാശ്വാസമായി കേന്ദ്രം അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാത്തതിലും ദേശീയ ദുരന്തമായി L3 കാറ്റഗറിയിലുള്ള ദേശീയ ദുരന്തമായി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് LDFിൻ്റെയും UDFിൻ്റെയും ഹർത്താൽ ആഹ്വാനം. കേരളം ഇന്ത്യയുടെ ഭൂപടത്തിലില്ലേ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവും ചോദിച്ചത്. സുജയ, വയനാട് ഒരു വലിയ വിഷയമായി വളരുകയാണ്. കേരളം ഒന്നാകെ ചർച്ച ചെയ്യാൻ പോകുന്നു. പാലക്കാട്ടെ വിജയസാധ്യതയെ പോലും അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ സുജയ? പാലക്കാട്ടെ വിജയസാധ്യതയെ അത് ബാധിക്കില്ല. കാരണം L3 കാറ്റഗറി എന്ന് പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനായിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് ആ ഒരു കാറ്റഗറൈസേഷൻ ഇപ്പോഴില്ല എന്നുള്ളത് 2013 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര സഹമന്ത്രിയായിരിക്കെ കൊടുത്തിട്ടുള്ള വിശദീകരണ കുറിപ്പിലുണ്ട്. അതൊരു സ്റ്റാർഡ് ക്വസ്റ്റിനുള്ള മറുപടിയായി കൊടുത്തതുമാണ്. അപ്പോൾ 2013 ആ സാഹചര്യത്തിൽ നിന്ന് ആ സമയത്താണ് മേഘവിസ്ഫോടനം അടക്കം വലിയ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പോയത്. അപ്പോൾ അന്ന് മുതൽ 2013 മുതൽ ഈ 2024 വരെയുള്ള സമയത്ത് ഈ L3 കാറ്റഗറി എന്ന് പറയുന്നത് അനുസരിച്ച് കൊണ്ടുള്ള ദേശീയ ദുരന്ത പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ L3 കാറ്റഗറി അല്ല, ദേശീയ ദുരന്തം. 2018 നമ്മൾ L3 കാറ്റഗറി ആയി. L3 കാറ്റഗറിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്ലീ. ആ പ്ലീ നിലനിൽക്കില്ല എന്നുള്ളത് പറയാനാണ് ഞാനത് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ദേശീയ ദുരന്തം എന്നുള്ള ഒരു പ്രഖ്യാപനം ഇല്ലെങ്കിലും കേരളത്തിന് ആവശ്യമായ ദുരിതാശ്വാസ സഹായം കിട്ടുന്നുണ്ടോ എന്നതാണ് ഇവിടെ എടുത്തു നോക്കേണ്ട കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്. അതനുസരിച്ച് വയനാട്ടിലെ അതായത് ചൂരൽമല മുണ്ടക്കൈ, ചൂരൽമല മുതൽ ഈ അങ്ങേയറ്റത്ത് പുഞ്ചിരിമട്ടം വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് അവരുടെ ജീവനും ജീവിതോപാധിയും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരെ ഇത്രയും കാലമായിട്ടും കൃത്യമായി അവർക്ക് വാടക പോലും കൊടുക്കാൻ ഇത്രയധികം പിരിച്ച ഫണ്ട് കയ്യിലുണ്ടായിട്ടും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ഒരു ഫാക്ട് നമ്മുടെ മുന്നിലുണ്ട്. വാടക കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ പരിപാടിയിലടക്കം ആളുകൾ അവിടെ വന്ന് തേയിലത്തോട്ടത്തിലൊക്കെ പണ്ട് ജോലി ചെയ്തിരുന്ന അതേ തേയിലത്തോട്ടത്തിലേക്ക് പോയി വീണ്ടും ജോലിയെടുത്ത് വാടക കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ എന്ന് അവിടെയുള്ള പാവ മനുഷ്യർ പറയുന്നത് നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല, നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച എന്താണ്? മേപ്പാടി പഞ്ചായത്തിലെ ദുരിതബാധിതർക്ക് വിതരണം ചെയ്ത കിറ്റുകളിൽ നിന്ന് പുഴുവരിച്ച അരിയും അതുപോലെ തന്നെ മൈദയും റവയും ഒക്കെ കണ്ടെത്തിയ സാഹചര്യം. അത് EMS ഹാളിൽ സൂക്ഷിച്ചത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ? വയനാട് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ അത്രയും കാലം അത് പൂഴ്ത്തിവെച്ചത്? സെപ്റ്റംബറിൽ കൊടുത്ത ആഹാര സാധനങ്ങൾ നവംബർ 3 വരെ എങ്ങനെയാണ് അവിടെ തുടർന്നത്? ആ പഴകിയ സാധനങ്ങൾ കൊടുത്തത്. അപ്പോൾ ഈ വിതരണത്തിലെ കെടുകാര്യസ്ഥതയും അങ്ങനെയുള്ള പലവിധ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ ഉയരുന്ന വേളയിൽ അത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ ഒരു ഹർത്താൽ തട്ടിക്കൂട്ടുന്നത്. ആ ഹർത്താൽ തട്ടിക്കൂട്ടുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഈ പിരിച്ച ഫണ്ട് എവിടെ? ദുരിതാശ്വാസ സഹായത്തിനായി റിപ്പോർട്ടർ TV അടക്കം ടൗൺഷിപ്പ് അടക്കമുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വെച്ചതാണ്. അതിന്മേൽ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായോ? ഇതെല്ലാം ചർച്ചാ വിഷയമാകേണ്ടതാണ്. അവിടെ ഭൂമി കൊടുക്കാൻ, വീട് കൊടുക്കാൻ എത്ര സംസ്ഥാനങ്ങൾ തയ്യാറായതാണ്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രഖ്യാപിച്ചില്ലേ? തമിഴ്നാട് പ്രഖ്യാപിച്ചില്ലേ? അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സഹായം പ്രഖ്യാപിച്ചില്ലേ? ഈ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കാതെ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിലും തെറ്റുണ്ട്. അതും പാലക്കാട്ട് ചർച്ചയാകുമെന്നതാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന തുറന്നു തന്നെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൽ നിത്യാനന്ദ റായ് കൊടുത്ത മറുപടി 394 കോടി രൂപ കേരളത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളതാണ്. അത് കേന്ദ്രം കേരളത്തിന് നിന്ന് ഔദാര്യമല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. അത് കേരളത്തിന് മാത്രം കൊടുത്ത പണവുമല്ല. അത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കുന്ന തുകയാണ്. അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ്. അത് വയനാട് ചൂരൽമല മുണ്ടക്കൈക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയില്ല. നാളെ ഒരു മഴയുണ്ടായി അല്ലെങ്കിൽ നാളെ ഒരു വരൾച്ചയുണ്ടായാൽ ഈ പാലക്കാട്ട് കൊടുക്കേണ്ട പണമാണ്. നാളെ ആലപ്പുഴയിൽ ഒരു പ്രളയമുണ്ടായാൽ, നാളെ കുട്ടനാട്ടിലൊരു പ്രളയമുണ്ടായാൽ അവിടെ കൊടുക്കേണ്ട പണമാണ്. അത് മുഴുവൻ എടുത്ത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്പർ 1. നമ്പർ 2, ഇത് പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ അതിൽ നിന്ന് ഒരു ചില്ലി പൈസ പോലും എടുക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 394 കോടി. ഇപ്പോൾ കൊടുത്തതല്ല, അത് നേരത്തെ കൊടുത്തതാണ്. അതെല്ലാ വർഷവും കൊടുക്കുന്നതാണ്. ചൂരൽമല മുണ്ടക്കൈ ഉണ്ടായില്ലെങ്കിലും അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിത്യാനന്ദ റേ എന്ന ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം കേരളത്തോടുള്ള വിവേചനം പ്രതിഫലിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് നമ്പർ 2. നമ്പർ 3, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഈ മെമ്മോറാണ്ടം എസ്റ്റിമേറ്റ്സ് സഹിതം കേരളം കൊടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് NDRFിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വിവിധ ഹെഡുകളിലായുള്ള എസ്റ്റിമേറ്റുകൾ
ഐ സ്റ്റിൽ റിപ്പീറ്റ്, അത് എസ്റ്റിമേറ്റുകളാണ്. ആ എസ്റ്റിമേറ്റുകൾ എല്ലാ തവണയും കണക്കുകൾ കൊടുക്കുന്നത് എക്സാജറേറ്റഡ് പ്രൊവിഷൻസ് ആയിരിക്കും. അത് പിന്നീട് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റിയാണ് അത് സ്ക്രൂട്ടനൈസ് ചെയ്യുക. അതിനുശേഷമാണ് എത്ര പണം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ഓഗസ്റ്റ് 17 കൊടുത്തു, സെപ്റ്റംബറായി, ഒക്ടോബറായി, നവംബർ മാസം 16 തീയതിയാണ് നാളെ. 3 മാസമാകാൻ പോകുന്നു. ഇപ്പോഴും അതിൻ്റെ പുറത്ത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അടയിരിക്കുന്നതെന്ന് ചോദിച്ചത് കേരളമല്ല, പകരം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരമാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2 ആഴ്ചക്കുള്ളിൽ കൊടുക്കാൻ ഒരു അൾട്ടിമേറ്റം കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച പണം കൊണ്ട് മാത്രം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോ പുനരധിവാസമോ പാക്കേജോ നടപ്പിലാക്കാൻ കഴിയില്ല. അതിന് 1202 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഒരു 900 കോടിയെങ്കിലും കിട്ടാതെ ആ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിയില്ല. അതൊരു വസ്തുതയാണ്. ദാറ്റ്സ് എ ഫാക്ട്. അതിനെ നമുക്ക് ഒരു കാരണവശാലും മറികടക്കാനും കഴിയില്ല. ഇതായിരിക്കെ ചോദ്യം ഇതാണ്, ഇത് പാലക്കാട് ചർച്ചയാവുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആൻഡ്രോയ്ക്ക് എന്ന് തോന്നുന്നു. അല്ല, കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ വളരെ വിഷമമുണ്ട്. കാരണം വയനാട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നത്, ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇവർ, ഞാൻ ഒരു ദുരന്തം ഈ L3 കാറ്റഗറിയിലോ അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും പണം കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? പണം കൊടുത്തുകൂടെ? പണം കൊടുത്താൽ ഈ പകുതി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ വയനാട്ടിൽ സ്റ്റേറ്റും സെൻട്രലും ചെയ്യുന്ന കാര്യങ്ങൾ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്തൊക്കെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അവിടെ കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഈ ദുരിതം ബാധിച്ച ആൾക്കാർക്കൊന്നും കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, അവരെ വീട് പോയി, മക്കൾ പോയി, അവർ കുടുംബാംഗങ്ങൾ മുഴുവൻ പോയി. അവിടെ എന്താണ്, നമ്മൾ ഇന്ന് വോട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ 80 വോട്ടുകളാണ് ആ സ്ഥലത്ത് ആകെയുള്ളത്. ബാക്കി ആൾക്കാർ മുഴുവൻ മരിച്ചുപോയി. അപ്പോൾ അവിടെ അത്രയും വലിയൊരു ദുരന്തം നടന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള സർക്കാരുകൾ അടിയന്തര ധനസഹായം കൊടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റും? ഇതുവരെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്, കേന്ദ്രം കേരളത്തിന് ഒരു പണം പോലും കൊടുത്തിട്ടില്ല. കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പിന്നെ സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന, എല്ലാ മാസവും കൊടുക്കുന്ന പണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് കേന്ദ്രം എന്തെങ്കിലും ഒരു പണം കൊടുത്തതിന് ശേഷം L കാറ്റഗറി പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ പറഞ്ഞ ദേശീയ ദുരന്താക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു ഔചിത്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരൗചിത്യം ഇല്ല എന്നുള്ളത് മാത്രമല്ല, കേന്ദ്രം ഞാൻ പറയുന്നത് നരേന്ദ്രമോദി വയനാട് വന്നില്ലേ, അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ കണ്ടില്ലേ, എന്തൊക്കെ ദുരിതങ്ങളാണ് അവർ അനുഭവിച്ചെന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം കലക്ട്രേറ്റിൽ വന്ന് യോഗം ചേർന്നില്ലേ, ആ യോഗത്തിനെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് ചെന്നിട്ട് ഒരു എമൗണ്ട് ഇത് ഈ ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യസ്ഥ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലയ്ക്ക് കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, എന്താണ്, കേരളത്തിലെ ഈ പറഞ്ഞ ആയിരക്കണക്കിന് ചാക്ക് അരി കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ഒരു പുഴു കണ്ടാൽ പോരെ, ഒരെണ്ണം എന്തിനാണ് കാണുന്നത്? അങ്ങനെ ചാക്ക് കിടക്കാൻ പാടുമോ? ഒരു ഗോഡൗണിൽ ആയിരക്കണക്കിന് ചാക്ക് അരി കെട്ടിക്കിടക്കുകയാണ്, ജനങ്ങൾക്ക് എടുത്ത് കൊടുത്തൂടെ? അവിടെയുള്ള ആർക്ക് കൊടുത്താലും പ്രശ്നമാണ്. ഞാൻ ആ ഏരിയ മുഴുവൻ തോട്ടം തൊഴിലാളികളും പാവപ്പെട്ടവരുമാണ്. അവിടെ ഒരെണ്ണം കൂടിപ്പോയാലും കുറഞ്ഞു കൂടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ എത്ര രൂപയുടെ സാധനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? അവിടെ മാസങ്ങളായതും വർഷങ്ങളായ സാധനങ്ങൾ വന്ന് കിടക്കുകയാണ്. അത് മാത്രമാണ് ഈ പഴയ തുണികളും ഇതെല്ലാം അവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, കലക്ടറുടെ നേതൃത്വത്തിലും ADMൻ്റെ നേതൃത്വത്തിലും കുറേ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലും മുഴുവൻ വന്ന വാഹനങ്ങൾ വന്ന സാധനം മുഴുവൻ ഗോഡൗണിൽ വാങ്ങിച്ചു. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഈ ഫർണിച്ചർ അസോസിയേഷൻ നമുക്ക് ഫർണിച്ചർ തന്നില്ലേ, അതിനുശേഷം അവർ 500 വീടുകൾക്കുള്ള ഫർണിച്ചറാണെന്ന് എനിക്ക് തോന്നുന്നു കൊടുക്കാമെന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് 150-200 വീടുകൾ വാടക വീട്ടിലേക്ക് കൊടുത്തു. ബാക്കിയുള്ള ഫർണിച്ചർ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് എവിടെ കൊടുക്കണമെന്ന് പോലും അവർക്കറിയില്ല, ആരും ചോദിക്കുന്നില്ല. കാരണം അവർ അന്നത്തെ ഈ ദുരന്തം കണ്ടിട്ട് കേരളത്തിലെ എല്ലാ ഫർണിച്ചർ കടകളിലും പറഞ്ഞിട്ട് ഒരു ഫർണിച്ചർ തരണം, 2 ഫർണിച്ചർ തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് മുഴുവൻ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സാധനം മേടിച്ച് റെഗുലറായിട്ടൊന്ന് കൊടുക്കാൻ പോലും ഈ പറഞ്ഞ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, കാരണം ഒരു പ്രോപ്പറായ പ്ലാനിങ് അവിടെ ഇല്ല എന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും വേണ്ട. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു ദുരന്തം അവിടെ സംഭവിക്കില്ല. ഈ പറഞ്ഞ പോലെ അരിയിൽ പുഴു വരിക, പിന്നെ എന്താണ് ഉപ്പുമാവ് കഴിക്കാൻ, റവ കഴിക്കാൻ പറ്റത്തില്ല, ചെറിയ പിള്ളേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക. കാരണം അവരുടെ നിവൃത്തികേടാണ്. അത് കേന്ദ്രവും കേരളവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, കൊടുത്തിട്ടില്ല. പല മിക്സികൾ പോലും അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ, നമ്മൾ 20-25 ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലേ, എത്രയെങ്ങാനും സാധനങ്ങളാണ് വന്നത്. ഇത് ഓരോ ഗോഡൗണിലേക്ക് ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ട് വാങ്ങി ഗോഡൗണിൽ തള്ളി എന്നുള്ളതല്ലാതെ സത്യം പറഞ്ഞ് ഇവരവിടെ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഈ ഒരു ടീം അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് എല്ലാ ആൾക്കാരും വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും, ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഇത് 85% ഉപകാരപ്പെട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഒരാളെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതിന് ശേഷം ദുരന്തത്തിന് ശേഷം ആർക്ക് എന്തൊക്കെ കൊടുക്കും എന്നുള്ളത് ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അടച്ചോളാൻ പറയുന്നതിന്
വിൽപ്പനയ്ക്ക് അപ്പുറം ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് അറിയില്ല. ഈ കമ്പനി ഉണ്ടാക്കും, ഇത് കഴിഞ്ഞ് വീട് പണിയും എന്നൊക്കെ ശരിയാണ്. പക്ഷേ അതിന് കാലതാമസം കഴിഞ്ഞാൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് ജനങ്ങളുടെ പോകും. കാരണം ദുരന്തം ഉണ്ടാകുമ്പോഴാണല്ലോ ആ ഫീല് ചർച്ചകൾ വരുമ്പോഴും ഈ കുട്ടികളുടെ കരച്ചിലും ഈ പറയുന്ന ദുരന്തത്തിൻ്റെ ഫീല് മനസ്സിലുണ്ട്. ആ സമയത്ത് ജനങ്ങൾ കൊടുക്കുന്ന ഒരു ഉദാരമായ കാര്യം ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മുന്നിൽ വേറെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അന്നേരത്തെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ല ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവുക. ഇതൊന്നും മനസ്സിലാക്കി കേന്ദ്രവും കേരളവും പെരുമാറിയിട്ടില്ലെങ്കിൽ ഇത് ഇനി അങ്ങോട്ട് ഇപ്പം എത്ര എനിക്ക് തോന്നുന്നു 4 മാസമാകുമ്പോൾ അല്ലേ 4 മാസമായി 2 വീക്സിനുള്ളിൽ കേന്ദ്രം ഫണ്ടിന്റെ കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയുണ്ട്. കേന്ദ്രത്തിന്റെ അലംഭാവത്തെ ഞാൻ പൂർണ്ണമായും അതിനെ കുറ്റം പറയുന്നതിനൊപ്പം തന്നെ ഞാൻ നിൽക്കും. പക്ഷേ ഇവിടെ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള അലംഭാവം നമ്മൾ കാണാതിരുന്നുകൂടാ. സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയത്വമുണ്ട്. ആ നിഷ്ക്രിയത്വമാണ് സോയ ചങ്ക്സ് കഴിച്ച കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ പോയി കിടന്നത്. അത് മുനിസിപ്പൽ അവിടെ ഭരിക്കുന്നത് പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്താണ് വിതരണം ചെയ്യുന്നത്. സെപ്റ്റംബർ 9-ാം തീയതി കൊടുത്ത കിറ്റാണ്. ആ കിറ്റിലുള്ളതാണ് ഈ സോയ ചങ്ക്സ്. അത് വിതരണം ചെയ്തിരിക്കുന്ന ഒക്ടോബറിലാണ്. വിതരണം കളക്ടറും അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഈ ജനപ്രതിനിധികളും ഈ പറഞ്ഞ കോർഡിനേഷൻ വേണ്ടേ? പക്ഷേ അപ്പോഴും മാറ്റം ഒരു പ്രശ്നമുണ്ട്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ്. അവിടെ ഈ പ്രശ്നമില്ല. അതിനുശേഷം എനിക്കൊന്നു അതിന് തൊട്ടപ്പുറത്തുള്ളൊരു പഞ്ചായത്ത് ഊപ്പനാട് പഞ്ചായത്ത് ഈ ഒരു പ്രശ്നമില്ല. മുട്ടിൽ പഞ്ചായത്ത് ഈ പ്രശ്നമില്ല. അവിടെ ഒന്നും ദുരന്തം നടന്നിട്ടില്ല. ഈ ദുരന്തം ഇപ്പൊ എന്താ സംഭവിച്ചത്? നടന്ന സ്ഥലത്ത് കോർഡിനേഷൻ കുറവാണ്. ഞാൻ പറഞ്ഞു അവിടുത്തെ ഇപ്പോൾ ഒരു 25 വാർഡ് ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ 20 വാർഡ് നോക്കുക. 20 വാർഡ് മെമ്പർമാരെയും വിളിച്ച് ഈ കളക്ടറും ADM കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു യോഗം ഉണ്ടാക്കി. മുതൽ തന്നെ ഈ പഞ്ചായത്ത് മെമ്പർമാരെ പല പരിപാടികളിലും ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് വാസ്തവമാണ്. ടു നെക്സ്റ്റ് നമ്മൾ സത്യം പറയുമ്പോൾ എല്ലാം തന്നെ തുറന്നു പറയണമല്ലോ. അത് പഞ്ചായത്ത് മെമ്പർമാർ തന്നെ തുറന്നു പറഞ്ഞിരുന്നതാണ്. പിന്നീട് 2ാം ഘട്ടത്തിലാണ് അവരെ ഉൾപ്പെടുത്തിയിരുന്നത്. എനിക്ക് റോഷിയതി ഈ മണ്ഡലത്തിൽ ചർച്ചയാവുമോ പാലക്കാട്? കാരണം ഈ ഭക്ഷ്യധാന്യങ്ങൾ പുഴുവരിച്ച വിഷയം അത് ചർച്ചയായി പാലക്കാട്. അത് പ്രചാരണത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് UDF ആകട്ടെ BJP. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിഷയം ലഭിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്രം തുടർച്ചയായി സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്ന ആരോപണം CPM LDF ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരമൊരു അവഗണന ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് അങ്ങനെയാണ് ഇപ്പോൾ LDF ശ്രമിക്കുന്നത്. ആ സമയം തന്നെ പ്രതികരിച്ചു തുടങ്ങി. കാരണം LDF DYFI പ്രവർത്തകർ ഇന്നലെ രാത്രി തന്നെ നഗരത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നു. തൊട്ടു പിന്നാലെ രാവിലെ മുതൽ നേതാക്കളൊക്കെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു വിഷയമുണ്ട്. അവിടെ ഭക്ഷ്യധാന്യങ്ങൾ പുഴുവരിച്ചു, കൃത്യമായ ഏകോപനമില്ല. നമ്മൾ ഏതാണ്ട് 10-15 ദിവസം ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ ദിവസം എല്ലാം പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരടക്കം ഇതിൽ നിരാശരാണ്. അവർ സത്യം പറഞ്ഞാൽ അവർ DYFIൻ്റെ ആണെങ്കിലും SFIൻ്റെ ആണെങ്കിലും CPMൻ്റെ ആൾക്കാരാണെങ്കിലും CPIൻ്റെ പ്രവർത്തകരാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ ഞാൻ പറയാം DYFIൻ്റെ ആൾക്കാരൊക്കെ എത്രയോ കഷ്ടപ്പെടുന്നത്. ഇതിനെതിരെ സമരം നടത്തുന്നുണ്ട്. അവർ ആർക്കെതിരെയാണ്? അവർക്ക് സർക്കാർ നേരെ സമരം നടത്താൻ പറ്റില്ല. ഉദ്യോഗസ്ഥർ പറയാൻ മാത്രമേ പറ്റുള്ളൂ. അവരും ആ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന് മേലെ പെട്ടെടുക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരുൺ, തീർച്ചയായും ഇത് പാലക്കാട് ചർച്ചയാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ കേരളത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ എന്ന രീതിക്കല്ല, വയനാടിനെ ചേർത്ത് നിർത്താൻ പാലക്കാട്ടെ ഓരോ വീട്ടുകാരും കൂടെ നിന്നതാണ്. ഓരോ വീട്ടുകാരും അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആക്രി കൊടുത്തിരുന്നു, പത്രക്കെട്ടുകൾ കൊടുത്തിരുന്നു, പച്ചക്കറികൾ കൊടുത്തിരുന്നു, ബിരിയാണി വിറ്റപ്പോൾ ആ ബിരിയാണി വാങ്ങിയിരുന്നു. ആ വീടുകളിലെല്ലാം ഉള്ള ആളുകൾ കൃത്യമായി ഈ വിഷയം പഠിക്കും, അവരത് ചർച്ച ചെയ്യും. ഇത് ആർക്കെതിരെ എന്ന രീതിക്കല്ല, പക്ഷേ അവർ ഈ കൃത്യമായി ഇതൊരു പഠനം നടത്തി ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലമീൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇനി? ഈ പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പല വിഷയങ്ങളും വന്നിരുന്നല്ലോ. ചേലക്കരയിൽ നമ്മൾ പല വിഷയങ്ങൾ ചർച്ചയിൽ കണ്ടു, വയനാട് കണ്ടു. ഇതൊക്കെ ഇവിടെ ആർത്ത് റിഫ്ലക്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഉള്ളാരും പറയാലോ. കാരണം ഈ വിഷയം മാത്രമല്ല, പല വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട്. അത് വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ള സംശയമാണ് ഞാൻ പറഞ്ഞത്. അതെ, ക്യാമ്പയിനിങ്ങിന് പോകുമ്പോൾ ആദ്യം LDF ക്യാമ്പിലാണ് നമ്മൾ അധികവും പോയിട്ടുള്ളത്. അവിടെ കൃത്യമായി കേന്ദ്രം കേരളത്തെ തുടർച്ചയായി അവഗണിക്കുന്നു എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വയനാട്ടിലും അവഗണന ഉണ്ടാകുന്നു എന്ന് വരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത് NDA ക്യാമ്പും UDF ക്യാമ്പും ഒക്കെയും UDF ക്യാമ്പ് സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്നു, NDA ക്യാമ്പും സംസ്ഥാന സർക്കാരിനെതിരെ ഇത് ആയുധമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിൽ ഇത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറുന്നുണ്ട്. കാരണം സാധാരണ എത്രയും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ദുരന്തമായിരുന്നു വയനാട്ടിലെ ദുരന്തം. അതുകൊണ്ട് തന്നെ അത് ചർച്ചയാവുന്നുണ്ട് എന്നാണ് ചർച്ചയാക്കാൻ മുന്നണികൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ UDYFിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രി ഓഫീസിലേക്ക് കേരളത്തിന്റെ ഇന്ത്യയുടെ മാപ്പ് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ മാപ്പിൽ കേരളമുണ്ട്, കേരളത്തിൽ വയനാടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ മാപ്പ് അപ്പം പ്രചരണ രംഗത്ത് സജീവമായ
വ്യക്തമായി വരുന്നുണ്ട്. ഇത് ആളുകൾ എത്രത്തോളം ആർത്ഥത്തിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കും, വോട്ടിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ വയനാടും അതുപോലെ തന്നെ ചേലക്കരയിലൊക്കെ ആ വോട്ടിംഗ് പെർസെൻറ്റേജിൽ റിഫ്ലക്ഷൻ നമ്മൾ കാണണമായിരുന്നു. അവിടെ കുറഞ്ഞു വരികയാണ്. സ്വാഭാവികമായും ഈ പറയുന്ന പെട്ടി വിവാദം ആണ്. അതാ പറഞ്ഞ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയും അത്തരം ഒരു നിലപാട് സ്വീകരിച്ചു. ചോദ്യമാണ് എനിക്ക് അഷ്കറെ, ഈ ചേലക്കരയിൽ ഏകദേശം 4.5% വോട്ട് കുറവുണ്ടായി, വയനാട്ടിൽ 9%-ലേറെ വോട്ടിന്റെ ഇടിവുണ്ടായി. പാലക്കാട് അതേ ട്രെൻഡ് ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? അഷ്കർ എന്ന് തോന്നുന്നു. അല്ല, പാലക്കാട് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ രീതിയിലേക്ക് പോളിംഗ് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും ഒരു കാര്യം ഈ വയനാട് ഹർത്താൽ നടക്കാൻ പോകുന്നത് ഇവിടുത്തെ പോളിംഗിന്റെ തലേ ദിവസം LDF-ഉം UDF-ഉം അത് കൃത്യമായി ഒരു രാഷ്ട്രീയ ആയുധമാക്കി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവായി കണ്ടാൽ മതി. രണ്ടാമത്തത് ഈ വിഷയത്തിൽ തന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായി എല്ലാവരും പറഞ്ഞതാണ് ഈ സന്നദ്ധ സംഘടന നൽകിയ ഫണ്ട് ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആളുകൾ നൽകിയ ഫണ്ട് ഉപയോഗിച്ച് ഇവരെ പുനരധിവസിപ്പിക്കാമെന്ന്. ശരിക്കും അത് അവരുടെ ഒരു ഔദാര്യം ഇല്ലെങ്കിൽ അവരുടെ സഹായ മനസ്കതയാണ്. ഈ സർക്കാരുകൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ ഈ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് ഒരു സമൂഹത്തിന് ഭൂഷണമായ ഒരു കാര്യമായി ഞാൻ ഒരിക്കലും കരുതുന്നില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പബ്ലിക്കിൽ നിന്ന് സ്വീകരിച്ച് അതൊരു മറ്റുള്ള ഔദാര്യം സ്വീകരിച്ച് കൊണ്ടുപോയി അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് അവർക്ക് നൽകുന്ന നീതിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സ്വീകരിക്കാം, ചെയ്യാം, അത് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അതിന് പകരം ഇതിന് പ്രയോറിറ്റി നൽകി സംസ്ഥാനവും കേന്ദ്ര സർക്കാരും ഒക്കെ, സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും അവർ കൈയ്യെട്ടി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേറ്റം മോശമാണ് എന്നുള്ളതാണ്. എനിക്കൊന്ന് സിനോജും അവിടെ പോയിരുന്നതാണ്. ഒരു 10-22 ദിവസം ഉണ്ടായിരുന്നു. ഞാനൊരു നിരാശനാണ് വിഷയത്തിൽ. കാരണം വെച്ചാൽ പ്രധാനമന്ത്രി വന്ന ദിവസം ഞാൻ അവിടെ ഉണ്ട്. നിസാമോളെയൊക്കെ കെട്ടിപ്പിടിക്കുന്ന സമയത്തല്ലേ? അതായത് ഓഗസ്റ്റ് 10 ഒരു 2ാം ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി അവിടെ വരുന്നത്. അന്ന് വരുന്നു, നിശ്ചയിച്ച മണിക്കൂറെക്കാട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ആ സമയത്ത് നമ്മൾക്ക് ലൈവിൽ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രഖ്യാപിക്കും, കളക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുക്കുന്നു, പക്ഷെ ഒന്നും പ്രഖ്യാപിക്കാതെ മടങ്ങിപ്പോയി. 2ാം ശനിയാഴ്ച ആയതുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് വെച്ചാൽ ത്രിപുരയ്ക്ക് 40 crores, തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും ഏകദേശം 368 കോടിയോളം, അല്ല 3448 കോടി, 11,500 കോടി രൂപ ദുരന്തമുണ്ടാവുന്നതിന് മുമ്പ് ബീഹാറിന് കൊടുക്കുന്നു. ഇവിടെ പ്രധാനമന്ത്രി പറയുന്ന വാചകങ്ങൾ വളരെ ഹൃദയസ്പർശിയായിരുന്നു. കേരളം ഒറ്റയ്ക്കില്ല, കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ 3 മാസം കഴിയുന്നു. 3 മാസവും 5 ദിവസമായി പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് മടങ്ങിപ്പോയിട്ട്. പക്ഷേ ഒരു അടിയന്തര ധനസഹായം, ബാക്കി മെമ്മറാണ്ടം സാങ്കേതിക പ്രശ്നങ്ങൾക്ക് അവിടെ ഇരുന്നോട്ടെ, ഒരു അടിയന്തര ധനസഹായം കൊടുക്കാമല്ലോ. അതിനുശേഷം രാഷ്ട്രീയം പറയാം, സാങ്കേതിക പ്രശ്നം പറയാം. പക്ഷെ ഇത്ര പേരുടെ കണ്ണുനീര് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിട്ട് എന്തുകൊണ്ട് ഒരു അടിയന്തര ധനസഹായം കൊടുക്കുന്നില്ല? രാഷ്ട്രീയം മാറ്റി നിർത്തട്ടെ, വയനാട്ടുകാരുടെ സങ്കടം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടത്, ആശുപത്രിയിൽ പോയതാണ്. പറയുന്നത് ഇത്തിരി കടുത്തു പോകുമെന്നറിയില്ല. പ്രധാനമന്ത്രി വന്നു, കണ്ടു, മടങ്ങി, ഒന്നും ചെയ്തില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതിനുവേണ്ടി ചിലവഴിച്ച തുക, സെക്യൂരിറ്റി തുക, ആ ഫണ്ട് കൊടുത്തെങ്കിൽ അത്രയെങ്കിലുമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കറക്റ്റ്. അതൊരു ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനൊരു ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ രീതിയിലുള്ള ഒരു വിതരണം ഉണ്ടാവണം. രാഷ്ട്രീയ കക്ഷികൾ വ്യത്യസ്തങ്ങളായിരിക്കും. ഇതെല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്, BJPയുടെ കാലത്ത് മാത്രം സംഭവിക്കുന്നതല്ല എങ്കിൽ കൂടി. പക്ഷേ ഒരു വലിയ ദുരന്തത്തെ നേരിട്ടിരിക്കുന്ന ഒരു ജനതയുടെ മുന്നിൽ അവർക്കുള്ള പണം പിടിച്ചുവെക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഒരു വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയെ കണക്കാക്കപ്പെടും. ഇത്തരം തിരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആർക്ക് അനുകൂലമായി ആർക്ക് പ്രതികൂലമായി എന്ന് പറയാൻ നമ്മൾ ആളല്ല. അത് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. Meet the editors.